ഗാസയിൽ സാധാരണക്കാരെ കൊന്നുതള്ളാൻ ഹമാസ് ഒരുങ്ങുന്നതായി US. വിശ്വസനീയമായ റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടുണ്ടെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. ഗാസയിൽ ഹമാസിന്റെ അതിക്രമം വർദ്ധിച്ചുവെന്നതിനിടയിലാണ് ഇങ്ങനെയൊരു വെളിപ്പെടുത്തൽ പുറത്തു വന്നിരിക്കുന്നത്. ഇന്നലെയാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അതിന്റെ വെബ്സൈറ്റിലും സോഷ്യൽ മീഡിയയിലും പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഇക്കാര്യം വ്യക്തമാക്കിയത്. പാലസ്തീൻ സിവിലിയന്മാർക്കെതിരായ ഈ ആസൂത്രിത ആക്രമണം വെടിനിർത്തൽ കരാറിന് നേരിട്ടുള്ളതും ഗുരുതരവുമായ ലംഘനമായിരിക്കും. കൂടാതെ മധ്യസ്ഥ ശ്രമങ്ങളിലൂടെ നേടിയെടുത്ത ഗണ്യമായ പുരോഗതിയെ ദുർബലപ്പെടുത്തുകയും ചെയ്യുമെന്നും US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രസ്താവനയിൽ പറഞ്ഞു. കൂടാതെ ഹമാസ് ഈ ആക്രമണവുമായി മുന്നോട്ട് പോയാൽ ഗാസയിലെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിനും വെടിനിർത്തലിന്റെ സമഗ്രത കാത്തുസൂക്ഷിക്കുന്നതിനും നടപടികൾ സ്വീകരിക്കുമെന്നും US പ്രസ്താവനയിൽ മുന്നറിയിപ്പ് നൽകി. സാധാരണക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഭൂമിയിൽ ശാന്തത പാലിക്കുന്നതിനും ഗാസയിലെയും മേഖലയിലെയും ജനങ്ങൾക്ക് മൊത്തത്തിൽ സമാധാനവും സമൃദ്ധിയും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമുള്ള ഞങ്ങളുടെ പ്രതിബദ്ധതയിൽ അമേരിക്കയും മറ്റു രാജ്യങ്ങളും ദൃഢനിശ്ചയം പാലിക്കുമെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കി. കണ്ണുകെട്ടി മുട്ടുകുത്തി നിൽക്കുന്ന 8 പ്രതികളെ തെരുവിൽ വധിക്കുന്നതിന്റെ ഒരു വീഡിയോ ഹമാസ് പുറത്തുവിട്ടതിനു ശേഷമാണ് റിപ്പോർട്ടും തുടർന്നുള്ള ഈ മുന്നറിയിപ്പും പുറത്തു വന്നത്. ഈ തിങ്കളാഴ്ച ആദ്യമെടുത്തിയ ദൃശ്യങ്ങളിലൊന്നാണ് വാർത്താ ഏജൻസിയായ AFP റിപ്പോർട്ട് ചെയ്തു. ഇസ്രയേലിന്റെ സഹായം നൽകിയതായി സംശയിക്കപ്പെടുന്ന ഡസൻ കണക്കിന് ആളുകൾ ഇവിടെ മരിക്കുന്നുണ്ടെന്നും 100 കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റെന്നും ഇസ്രയേൽ സൈനികൻ പറഞ്ഞു. അതേസമയം വെടിനിർത്തലിന് മധ്യസ്ഥത വഹിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സിവിലിയന്മാരുടെ കൊലപാതകങ്ങളുടെ പേരിൽ ഹമാസിനെ ഭീഷണിപ്പെടുത്തി. കൂടാതെ കരാർ ലംഘിച്ച് ഹമാസ് ഗാസയിൽ ആളുകളെ കൊലപ്പെടുത്തുന്നത് തുടരുകയാണെങ്കിൽ അവർക്കെതിരെ സൈനികപരമായി പോവുകയല്ലാതെ ഞങ്ങൾക്ക് വേറെ വഴിയില്ലെന്ന് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ US സൈന്യം ആയിരിക്കില്ല ഇത് ചെയ്യുന്നതെന്നും US സൈന്യത്തോട് അത് ചെയ്യാൻ താൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ട്രംപ് പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ അത് ചെയ്യാൻ വളരെ അടുത്തുള്ള ആളുകളുണ്ട്. അവർ ചെന്നാൽ ഈ കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ പൂർത്തിയാക്കുമെന്നും ട്രംപ് പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്തു. 2023 ഒക്ടോബർ 7 ഇസ്രയേലിനെതിരെ ഹമാസ് ആരംഭിച്ച യുദ്ധം മേഖലയിൽ മറ്റു സംഘർഷങ്ങൾക്ക് കാരണമാവുകയായിരുന്നു. ഇത് ലോകമെമ്പാടുമുള്ള പ്രതിഷേധങ്ങൾക്കും കാരണമായി. അതേസമയം അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നിലവിൽ വന്ന വെടിനിർത്തൽ കരാറിന്റെ ഉറപ്പിൽ 10,000 പാലസ്തീൻ ജനത ഗാസയിലേക്ക് തിരിച്ചെത്തി. ഒക്ടോബർ 7 പുറത്തിറക്കിയ കണക്ക് പ്രകാരം സംഘർഷത്തിൽ 67,000-ത്തിലധികം പാലസ്തീനികൾ മരിച്ചുവെന്നാണ് വിവരം. 1,70,000-ഓളം പേർക്ക് പരിക്കേറ്റതായും ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം പറയുന്നു. മരണങ്ങളിൽ പകുതിയോളം സ്ത്രീകളും കുട്ടികളുമാണെന്നും ഗാസ ആരോഗ്യ മന്ത്രാലയം കൂട്ടിച്ചേർത്തു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.